നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ പ്രതിപക്ഷ എതിർപ്പിനിടെ അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ലിന് രാഷ്ട്രീയ നിറം നൽകേണ്ടെന്നും രാജ്യത്തിന് പുതിയ ദിശ സമ്മാനിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു സംസ്ഥാനത്തോടും പക്ഷപാതം കാണിക്കില്ലെന്നും പ്രധാനമന്ത്രി. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നീക്കമെന്ന് പ്രതിപക്ഷം. ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നാളെ വൈകിട്ട് 4 മണിക്ക്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ചർച്ച സജീവം. കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിയുള്ള കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരണവുമായി നേതാക്കൾ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസിന് വ്യക്തമായ നടപടിക്രമമുണ്ടെന്ന് സണ്ണി ജോസഫ്. പാർട്ടിയിൽ സിംഗിൾ ഡാൻസ് വേണ്ടെന്ന് കെ. മുരളീധരൻ. പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് കെ.സി. വേണുഗോപാൽ. ഡൽഹി വിമാനത്താവളത്തിൽ 2 വിമാനങ്ങളുടെ ചിറകുകൾ കൂട്ടിയിടിച്ച അപകടം. കൂട്ടിയിടിച്ചത് സ്പൈസ് ജെറ്റ്, ആകാശ എയർ വിമാനങ്ങൾ. യാത്രക്കാർ സുരക്ഷിതർ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹക്കേസിൽ അന്വേഷണവുമായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്തും. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി പെൺകുട്ടി. സംസ്ഥാനം വെന്തുരുകുന്നു. പാലക്കാടും കൊല്ലത്തും കടുത്ത ചൂട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. അവധിക്കാല സ്പെഷ്യൽ ക്ലാസുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഉത്തരവ്. SSLC +2 പരീക്ഷാ ഫലം വൈകും. ഹയർ സെക്കൻഡറി ഫലം മെയ് 25-ന്. മെയ് 3-ാം വാരം SSLC ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. സ്കൂൾ പ്രവേശനത്തിന് പരീക്ഷ നടത്തരുതെന്നും നിർദ്ദേശം. പ്രതിപക്ഷ എതിർപ്പിനിടയിൽ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയാണെന്നും മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ അനുപാതം ഇതേ രീതിയിൽ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ജനാധിപത്യ സംവിധാനം തകർക്കുന്ന ബില്ലിനെ പൂർണ്ണമായും എതിർക്കുമെന്ന് പ്രതിപക്ഷം. ബില്ലുകളിൽ വോട്ടെടുപ്പ് നാളെ വൈകിട്ട് 4 മണിക്ക്. आज सुबह से चर्चा प्रारंभ हुई है. काफी साथी यहां से भी जिन मुद्दों को स्पर्श किया गया है उसको तथ्य से और तर्क से सदन को जरूर जानकारी देंगे. और इसलिए मैं उन विषयों में जाना नहीं चाहता. आदरणीय अध्यक्ष जी, राष्ट्र के जीवन में कुछ महत्वपूर्ण पल आते हैं और उस समय की समाज की मनस्थिति और नेतृत्व की क्षमता उस पल को कैप्चर करके एक राष्ट्र की अमानत बना देती है, एक मजबूत धरोहर तैयार कर देती है. मैं समझता हूं कि भारत के संसदीय लोकतंत्र के इतिहास में ये वैसे ही पल है. आवश्यकता ये थी कि 25-30 साल पहले जब से विचार सामने आया, आवश्यकता महसूस हुई, हम इसको लागू कर दें. വനിതാ സംവരണത്തിൽ സർക്കാർ എന്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും സ്വീകാര്യമല്ലെന്ന് മുസ്ലിം ലീഗ്. ബില്ല് പിൻവലിക്കണമെന്ന് ഇ. ടി. മുഹമ്മദ് ബഷീർ. സർക്കാരിനെ ദുഷ്ടലാക്കെന്നും ലക്ഷ്യം തിരഞ്ഞെടുപ്പ് നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരം ഉറപ്പിക്കാനാണ് ശ്രമമെന്ന് അബ്ദുസമദ് സമദാനിയും പ്രതികരിച്ചു. വനിതാ സംവരണമാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ 543 സീറ്റിൽ വനിതാ സംവരണം ചെയ്താൽ മതി. അത് കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഉറപ്പ് കൊടുത്താണ് നമ്മളെല്ലാ പാർട്ടികളും, നമ്മൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും, ഇന്ത്യ അലയൻസിലെ കക്ഷികളൊക്കെ ഒന്നിച്ച് ഉറപ്പ് കൊടുത്താണ് നമ്മളതിൻ്റെ കൂടെ ഉണ്ട്. അന്നത് ചെയ്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വനിതാ സംവരണം ഉറപ്പിക്കാനല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കുറുക്ക് വഴിയിലൂടെ അധികാരം ഉറപ്പിക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ്. അധികാരം ഉറപ്പിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള
MP-മാരുടെ എണ്ണം കുറക്കുക. 850 543 850 പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതാവും. പോപ്പുലേഷൻ ജനസംഖ്യ വെച്ചിട്ട് അംഗങ്ങൾ എടുക്കുമ്പോൾ ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതാവും. ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതായാൽ നമ്മുടെ ഫെഡറലിസം തകർക്കപ്പെടും, ജനാധിപത്യ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടും. ഇന്ത്യയുടെ GDP-യിൽ ആകെ ആളോഹരി ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 30% ദക്ഷിണേന്ത്യയുടെ സംഭാവന. പക്ഷേ ജനസംഖ്യയിൽ നമ്മൾ 20 ഉള്ളൂ, 20% ദക്ഷിണേന്ത്യയിൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലോക്സഭയിൽ എണ്ണം കുറയും. ലോക്സഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞ് ദക്ഷിണേന്ത്യ ഒന്നുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയോളം ആളുകളാണ് വർദ്ധിക്കാൻ പോണത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വർദ്ധിച്ചതിൽ കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വനിതാ സംവരണം എന്ന ഒരു മേമ്പടി ചേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ ചില രാഷ്ട്രീയ അജണ്ടകൾ കൊണ്ടുവരുന്നു. അത് വിഫലമാവും. ഈ ഇത്ര വലിയ സംഗതി കൊണ്ടുവരുന്ന സമയത്ത് സംസ്ഥാനങ്ങളുമായിട്ട് യാതൊരു കൺസൾട്ടേഷനും വന്നിട്ടില്ല. അത് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം തകർക്കുക എന്നുള്ളതാണ്, അതിനെ ബലമതിക്കാതിരിക്കുക എന്നുള്ളത്. അത് ഇവരെടുത്ത് ഓടുന്ന ശൈലിയാണ് പല കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും. അപ്പോൾ ഇത്തരം എല്ലാവിധ കുറുക്കു ബുദ്ധിയും വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുതകുന്ന ഒരു പൊളിറ്റിക്സാണ്. വനിതാ സംവരണ ബില്ലിലൂടെ BJP-യുടെ സങ്കുചിതമായ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ്. ലോക്സഭ BJP-യുടെ കുത്തകയാക്കാനാണ് നീക്കം. വനിതാ സംവരണ ബില്ലിലൂടെ ദക്ഷിണ ഭാരതത്തിന് പ്രാധാന്യമില്ലാതെയാകും. 850 പേരുള്ള സഭ എങ്ങനെ ക്രിയാത്മകമായി നടക്കുമെന്നും KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടരുന്ന വിധിയാകും ജനങ്ങൾ രേഖപ്പെടുത്തുകയെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. BJP-യുടെ ഒരു തട്ടകവും ഉത്തരേന്ത്യയുടെ ഒരു തട്ടകവുമായിട്ട് മാറാൻ പോവുകയാണ്. അതിനേക്കാൾ ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് 850 അംഗ സഭ എന്ന് പറഞ്ഞാൽ ആ സഭ ഒരിക്കലും പ്രവർത്തനക്ഷമമാകില്ല. പണ്ട് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. ഗവൺമെന്റ് ആണെങ്കിൽ ഒരു തരത്തിലും സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നില്ല. തൊഴിലാളികൾക്കെതിരായ നിലപാട് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തൊഴിലാളികളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു അവധി സമാനമായ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും തൊഴിലാളി പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിക്കാനുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്, ഉത്തർപ്രദേശ് ഹരിയാന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നിലപാട്, ഈ നിലപാടുകളുള്ള പ്രതിഷേധം ഇവിടെ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളും അവിടെ നിലപാടിൽ മാറ്റം വരുത്തി ഇന്ന് തൊഴിലാളി മേഖലയിലുള്ള ഈ സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് നേരെ വരുന്ന ഈ കടന്നാക്രമണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ലേബർ കോഡിൻ്റെ പരിധിയിൽ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പെടുന്നു. എല്ലാ വിഭാഗം ആളുകളെയും ലേബർ കോഡിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവന്ന് ശക്തമായ ആക്രമണം തൊഴിലാളികൾക്കെതിരായി, തൊഴിൽ ചെയ്യുന്നവർക്കെതിരായിട്ട് അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദേശീയ പണിമുടക്കിൽ ആ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ പത്രപ്രതിനിധികൾ അണിനിരന്നതും ശ്രദ്ധേയമാണ്. അവരുടെ നിലപാടും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചയിൽ അതൃപ്തി പരസ്യമാക്കി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയുടെ പേരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് സമയമായിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ നടപടിക്രമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല, അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം, പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയാം. ഇപ്പം അതിന് സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ഇപ്പോൾ അസമയത്താണ്. കാരണം 4-ാം തീയതിയിലെ ഫലം വരട്ടെ.
പാർലമെന്റിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസാരിക്കുകയാണ്. में आए इतनी सरलता से इनको मैं समझा दूंगा मान्यवर, उनको धैर्य से सुनना चाहिए. मान्यवर, इन्होंने कहा कि जाति जनगणना नहीं कराना चाहती है सरकार. इसको भी मुझे स्पष्ट कर देना चाहिए. सरकार की कैबिनेट ने नरेंद्र मोदी जी के नेतृत्व में जाति जनगणना करने का निर्णय कर लिया है. अगली जनगणना जाति जनगणना होने वाली है. एक भ्रांति फैलाई जा रही है कि अभी जो प्रश्न पूछे जा रहे हैं उसमें जाति का जिक्र नहीं है. मान्यवर, जनगणना जो जिनका डिटेल अभ्यास है उनको मालूम होगा. जनगणना 2 हिस्सों में होती है. पहले सभी मकानों को इंगित किया जाता है और उसके बाद में जो बिल्डिंग्स होते हैं इसके अंदर रहने वाले बंदों को इंगित किया जाता है. तो बिल्डिंग की अभी तक कोई जाति की व्यवस्था हुई नहीं है. होगी तब इसको भी गिन लेंगे भी. अभी तक बिल्डिंग की कोई जाति व्यवस्था नहीं है मान्यवर. जब व्यक्तियों की जाति गिनी जाएगी तब जाति जनगणना का सवाल आएगा. ये भी मैं आज पूरी तरह से स्पष्ट कर देना चाहता हूँ. मान्यवर, उन्होंने कहा कि 850 का आंकड़ा कहां से आया, ये मैं समझाता हूं. 850 का जो आंकड़ा है मान्यवर, वो इस तरह से बना है कि काल्पनिक रूप से सोच ले कि 100 सीटें हैं. अगर 33% माताओं को, मातृशक्ति को आरक्षण देना है तो उसमें 50% बढ़ाते हैं तो सीटें होती है 150. और 150 जब होती है इसका 33% करते हैं तो 100 सीटें ऑटोमेटिकली हो जाती हैं. जो 543 सदस्य बैठे हैं इसमें 50% वृद्धि होगी. इसका 33% जब माताओं के लिए रिजर्व हो जाएगा तब 543 की 43 ओपन सीटें होगी जहां पर भी महिलाएं लड़ सकती. तो ये 50% इस तरह से आया है. और 850 है वो राउंड ऑफ फिगर है. 816 एग्जैक्ट संख्या होगी. ये फिर से पूछेंगे कि ऐसा क्यों किया है, तो अभी भी राउंड ऑफ फिगर जो है ये 543 नहीं है, 543 से ज्यादा ही है. अब उन्होंने कहा कि वृद्धि कैसे करोगे. आप 550 इतना तो समझ जाएंगे भाई. मैं केजी कहा तो तुम 7 अर्थ में केजी की तरह करने लगे. मान्यवर, इन्होंने कहा कि ये बिल में लिखा नहीं है. सांसद ज्योतिमणि और दक्षिण के कई सारे सांसदों ने कहा मेरा कल समय ले ले, मैं पढ़वा दूंगा. वैसे समय लेने की जरूरत भी नहीं है. कल मैं सदन के सामने ये डिटेल पूरा देश समझ पाए इस तरह से समझा दूंगा. मान्यवर, മറ്റു വാർത്തകൾ നോക്കാം. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച ചർച്ചകളിൽ താൻ അഭിപ്രായം പറയുന്നില്ലെന്ന് കെ.സി. വേണുഗോപാൽ. പൊതുജന മധ്യത്തിൽ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ടെന്നും ഫലം വന്നതിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ ഈ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇതിൽ കാണുന്നത്. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും. അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉചിതമായ തീരുമാനമുണ്ടാകും. വിവാദങ്ങളിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണം. കെ സുധാകരൻ തന്റെ നല്ല സുഹൃത്താണെന്നും ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിനൊരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും
ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ അതൃപ്തി വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ടയിടത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. തന്റെ പിന്തുണ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. പാർട്ടി നേതാക്കളെ വാട്സാപ്പ് നോക്കിയോ ഫേസ്ബുക്ക് നോക്കിയോ അല്ല തീരുമാനിക്കുന്നതെന്നും കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വാചകം ഏറ്റെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പിന്തുണ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ട്. 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. UDF ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. അത് വാട്സപ്പ് നോക്കിയോ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ടോ അല്ല തീരുമാനിക്കുക. MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് വിളിക്കും. ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അതനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ല. KC വേണുഗോപാലിനെ ഡൽഹിയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ സ്പൈസ് ജെറ്റ് വിമാനം നിർത്തിയിട്ട ആകാശ എയർ വിമാനത്തിന്റെ ചിറകിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. സ്പൈസ് ജെറ്റ് B737-700 എന്ന വിമാനവും ഹൈദരാബാദിലേക്ക് പോകേണ്ടിയിരുന്ന ആകാശ QP-1406 വിമാനവുമാണ് കൂട്ടിയിടിച്ചത്. ഇരു വിമാനങ്ങളുടെയും ചിറകുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC ഫലം മെയ് 3-ാം വാരം എത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയായിരിക്കും SSLC മൂല്യനിർണ്ണയം നടക്കുക. ഇലക്ഷനും മറ്റ് അവധികളും മൂലമാണ് മൂല്യനിർണ്ണയം തുടങ്ങാൻ വൈകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. SSLC മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ സംസ്ഥാനത്തെ 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി നടക്കും. മൂല്യനിർണ്ണയ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം 12,000-ഓളം അധ്യാപകരും ജീവനക്കാരും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് 3-ാം വാരം SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ ഞായറാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി ഉയരാമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ KSEB ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ ആശ്വാസമായി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 5850 മെഗാവാട്ടായി കുറഞ്ഞു. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും AC, കൂളർ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 6012 മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. വൈദ്യുതി ഉപഭോഗം കൂടിയതോടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ KSEB ചെയർമാന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാഞ്ഞങ്ങാട് 13 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റു. സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ അബ്ദുൾ റഹ്മാന്റെ മകൻ മുഹമ്മദ് ജുബൈറിനാണ് സൂര്യാഘാതമേറ്റത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് സൂര്യാഘാതമേറ്റത്. അസ്വസ്ഥത അനുഭവപ്പെട്ട് വീട്ടുകാർ പരിശോധിച്ചതിൽ കുട്ടിയുടെ പുറംഭാഗത്ത് വലിയ രീതിയിൽ പൊള്ളലേറ്റതായി കണ്ടെത്തുകയായിരുന്നു. അജാനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റതായി ഡോക്ടർ സ്ഥിരീകരിച്ചു. ഇക്ബാൽ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജുബൈർ.
നെല്ല് സംഭരണം വൈകിയതോടെ ദുരിതത്തിലായി പാലക്കാട്ടെ കർഷകർ. രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ നെല്ല് സംഭരിച്ചിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കർഷകരുടെ തീരുമാനം. രണ്ടാം വിളയിൽ നല്ല വിളവ് ലഭിച്ചിട്ടും ദുരിതം മാറാതെ നിസ്സഹായതയിലാണ് പാലക്കാട്ടെ കർഷകർ. ഭൂരിഭാഗം കർഷകർക്കും 1 ഏക്കർ കൃഷിയിൽ നിന്നും 2600 മുതൽ 3000 കിലോ വരെ നെല്ല് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ 10% നെല്ല് പോലും സംഭരിച്ചിട്ടില്ല. കളക്ടർക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് കർഷകർ. ഏലപ്പള്ളി പഞ്ചായത്തിൽ ഏകദേശം 1684 ഹെക്ടർ നെൽകൃഷിയുള്ളതാണ്. ഏകദേശം 700 ലോഡോളം അവിടെ നെല്ല് കൊയ്ത്ത് മുഴുവൻ കഴിഞ്ഞിട്ടും ഇതുവരെ സംഭരണത്തിൻ്റെ വളരെ ചീട്ട് കൊടുത്തു എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് ചീട്ട് കൊടുത്തത് കൊണ്ട് നെല്ല് കയറിപ്പോയില്ല. മഴ പെയ്താൽ നെല്ല് മുഴുവൻ നാശമാകും. അപ്പോൾ ഇത്രയും സമയം 2 മാസമായി കൊയ്തിട്ട് ഈ PMO ഓഫീസ് എന്തിനാ സമയബന്ധിതമായി നെല്ലെടുത്ത് ഈ കർഷകരുടെ നെല്ല് 2 ദിവസം കൊണ്ട് പൈസ കൊടുക്കുന്ന പറയണേ. അതിന് സംഭരിച്ചിട്ട് തന്നെ ഇല്ല. 1 മാസം കൂടി കഴിഞ്ഞാൽ മഴക്കാലം എത്തും. ഇനിയും നെല്ല് സംഭരണം വൈകിയാൽ കടുത്ത പ്രതിസന്ധിയിലാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരാതിക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കർഷകരുടെ തീരുമാനം. അമൃത ന്യൂസ്, പാലക്കാട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കുംഭമേള വൈറൽ താരം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പെൺകുട്ടി പരാതി നൽകി. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. പ്രായപൂർത്തിയാവാതെ വിവാഹം നടത്തിയെന്നാരോപിച്ച് പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടാണ് പെൺകുട്ടി പരാതി നൽകിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ മധ്യപ്രദേശ് പോലീസ് വന്നത് എന്തിനാണെന്ന് അറിയില്ലെന്ന് സിറ്റി കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ പരിധിയിലുള്ള കേസാണ്. ഈ മാസം 20 വരെ അറസ്റ്റ് തടഞ്ഞ് കോടതി ഉത്തരവ് ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിനുடைய കാപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി 20-ാം തീയതി വരെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് അവരും ചെയ്യുമായിട്ട്. അല്ല, മധ്യപ്രദേശ് പോലീസ് മറ്റൊരു ഏതെങ്കിലും രീതിയിൽ നമ്മളോട് വന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഹൈക്കോടതിയിൽ പരിധിയുണ്ട്, അതിനുடைய കാപ്പിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കും. മാർച്ച് 11-നാണ് പൂവാറിനടുത്തുള്ള അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച് പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം നടന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസും ഉത്തർപ്രദേശ് പോലീസും പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. കേരള പോലീസും വിവാഹത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചരിത്ര വിജയം നേടി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനി ഹേബ ലിജു. 500-ൽ 499 മാർക്ക് നേടി ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ മിടുക്കി. ഭാവിയിൽ എഞ്ചിനീയർ ആകണമെന്നാണ് ഹേബയുടെ ആഗ്രഹം. 500-ൽ 499 മാർക്ക് എന്ന ചരിത്ര വിജയം നേടി സ്കൂളിനും നാടിനും അഭിമാനമായിരിക്കുകയാണ് ഹേബ. ദേശീയ തലത്തിലും ശ്രദ്ധേയമായ നേട്ടമാണ് ഹേബയുടേത്. പരീക്ഷാഫലം വന്നതിന് പിന്നാലെ ശോഭന പബ്ലിക് സ്കൂളിലെ അധ്യാപകർ ഹേബയുടെ വീട്ടിലെത്തി സന്തോഷം പങ്കിട്ടു. പിന്നീട് സ്കൂളിലെത്തിയ ഹേബയെ പ്രിൻസിപ്പാൾ സിസ്റ്റർ രഞ്ജിൽ റാണിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഹേബയുടെ വിജയം സ്കൂളിനും കോതമംഗലത്തിനും അഭിമാന നിമിഷമാണെന്നും മറ്റു കുട്ടികൾക്ക് പ്രചോദനമാണെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജിൽ റാണി പറഞ്ഞു. ഹേബ ലിജു ഞങ്ങളുടെ സ്റ്റുഡന്റ് ശോഭന പബ്ലിക് സ്കൂളിന്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. കോതമംഗലംകാരുടെ തന്നെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു, എങ്കിലും ഇതുപോലെ ഇത്ര മനോഹരമായ റിസൾട്ട് വരുമെന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ഒരു പ്രചോദനമായിട്ട് ഹേബ ലിജു മാറുകയാണ്. ഹേബ ലിജുവിന്റെ ചേച്ചിയും ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ദിയ ലിജു ടോപ്പർ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഇത്രയും മാർക്ക് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അതിയായ സന്തോഷമുണ്ടെന്നും ഹേബ പ്രതികരിച്ചു. എഞ്ചിനീയർ ആകണമെന്നാണ് ഈ മിടുക്കിയുടെ ആഗ്രഹം. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ ആയിരുന്നില്ല ഇത്. ടീച്ചേഴ്സിന്റെ എഫേർട്സും സപ്പോർട്ടും പ്രേയേഴ്സും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഗൈഡ് ചെയ്തനുസരിച്ച് പോയതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ പാരന്റ്സും ചേച്ചിയൊക്കെ അവരുടെയൊക്കെ സപ്പോർട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം. എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആണ്. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. മികച്ച വിജയം നേടിയതിനു ശേഷം അനുമോദന പ്രവാഹമാണ് ഹേബയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു കുട്ടികൾക്കും മാതൃകയാവുകയാണ് ഈ മിടുക്കി. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ദേശീയപാതയിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. കാറിന്റെ ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്ത യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തേഞ്ഞിപ്പാലത്താണ് സംഭവം. 5 കിലോമീറ്റർ ദൂരമാണ് യുവാക്കൾ ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്തത്.
തൃശൂർ പട്ടിക്കാട് ദേശീയപാത മേൽപ്പാലത്തിൽ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശി സുരേഷ് കുമാർ ആണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. സുരേഷ് കുമാറിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വയോധിക മരിച്ചു. ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. കാൽനട യാത്രക്കാരിയായ അകമല ചെമ്പത്ത് വളപ്പിൽ കൃഷ്ണന്റെ ഭാര്യ ലീലയാണ് മരിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ ലീലയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവില്ലാമല സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സമീപത്തെ കടയിൽ വെള്ളം കുടിക്കാനിറങ്ങിയ ഇരുചക്ര വാഹന യാത്രക്കാരുടെ ദേഹത്തും കാർ ഇടിച്ചു. ഇരുചക്ര വാഹന യാത്രികരായ തോന്നൂർക്കര ചേലക്കാട്ട് വീട്ടിൽ ജയകൃഷ്ണൻ, അമ്മ ജലജ എന്നിവർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. കോളിയൂർ സ്വദേശിയായ സുമനാണ് മരിച്ചത്. വിഴിഞ്ഞം മുക്കോലയിലെ ബാറിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 12 മണിയോടെയാണ് അതിക്രൂരമായ മർദ്ദനം നടക്കുന്നത്. വിഴിഞ്ഞം മുക്കോലയിലെ ബാറിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കോളിയൂർ സ്വദേശിയായ സുമനെ സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവർ അടക്കമുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഷാൻ എന്ന ഫോട്ടോഗ്രാഫറുമായി അച്ചുവും അനന്തുവും ബാറിൽ വെച്ച് തർക്കമുണ്ടാക്കി. തർക്കം പരിഹരിക്കാൻ സുമൻ ഇടപെട്ടതോടെ സംഘം ഇയാൾക്ക് നേരെ തിരിഞ്ഞു. തർക്കം രൂക്ഷമായതോടെ സുമൻ ബാറിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും സംഘം പിന്തുടർന്ന് ആക്രമിച്ചു. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അവശനിലയിലായതിനു ശേഷവും സംഘം യുവാവിനെ വീണ്ടും ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സുമനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് അച്ചു എസ് ബാബു, അനന്തു എസ് ബാബു, സൂര്യജിത്ത്, കൃഷ്ണപ്രസാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യവേനൽ അവധി തുടങ്ങിയതോടെ ഇടുക്കി വാഗമണിലേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ്. കത്തുന്ന വേനലിലും കുളിരുള്ള കാലാവസ്ഥയാണ് വാഗമണിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. വേനൽ ചൂടിൽ ഉരുകുകയാണ് സംസ്ഥാനം. ഇതിനിടെ അല്പം കുളിരു തേടിയാണ് സഞ്ചാരികൾ യാത്രകൾ പുറപ്പെടുന്നത്. മനോഹര കാഴ്ചകൾക്കപ്പുറം കുളിരുള്ള കാലാവസ്ഥയും വാഗമണിന്റെ പ്രധാന ആകർഷണമാണ്. സാഹസിക വിനോദസഞ്ചാരികൾക്കായി അഡ്വഞ്ചർ പാർക്ക്, കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദസഞ്ചാര ഉപാധികളാണ് ഇവിടെയുള്ളത്. പൈൻ ഫോറസ്റ്റാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. പൈൻ മരങ്ങളുടെ തണലിൽ കുളിരാസ്വദിച്ച് സമയം ചെലവഴിക്കാം. ചൂടുണ്ടെങ്കിലും പിന്നെ വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് ഏൽക്കുന്നില്ല. ആ ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. ക്ലൈമറ്റ് നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു ഫീലുണ്ട്. നല്ല വൈബാ. സീസണിന്റെ തുടക്കത്തിൽ തന്നെ വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പുണ്യനദിയായ പമ്പയെ മാലിന്യമുക്തമാക്കാനും തീരം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് തുടങ്ങിയ പമ്പ ആക്ഷൻ പ്ലാൻ അനിശ്ചിതത്വത്തിൽ. കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച ആദ്യഘട്ട പദ്ധതികൾ പ്രളയമെടുത്തതോടെ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ട നിലയിലാണിപ്പോൾ. പമ്പ നദിയുടെ തീരങ്ങളെ സംരക്ഷിക്കാനും ജലശുദ്ധി ഉറപ്പാക്കാനും വേണ്ടി 2001 പമ്പ പരിരക്ഷണ സമിതി കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ ഫലമായിരുന്നു പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പയിലെ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. പമ്പ ത്രിവേണി മുതൽ ആലപ്പുഴ ജില്ലയിലെ തകഴി വരെയുള്ള മേഖലയിൽ നദീതീരത്തുള്ള മാലിന്യ സംസ്കരണം, ശബരിമല ഇടത്താവളം നവീകരണം, കുളിക്കടവുകളുടെ നിർമ്മാണം, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, കൈവഴികളുടെ പുനരുദ്ധാരണം, തീരത്തെ നഗരമാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. പമ്പ മുതൽ ശബരിമല പമ്പ മുതൽ തകഴി വരെ ഉള്ള മേഖലയെ മാലിന്യമുക്തമാക്കുക. ഏറ്റവും കൂടുതൽ പമ്പ മലീമസമാകുന്നത് ഈ മേഖലയിലാണ്. അന്നേരം ഇതിന്റെ 70% കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ 2 ഏജൻസികൾ നടത്താനും തീരുമാനിച്ചു. ഒന്ന് ദേവസ്വം ബോർഡ്, മറ്റേത് ജലസേചന വകുപ്പ്. ഇതം പ്രകാരം 2 തടയണകൾ, പമ്പയിൽ കുളിക്കടവ്, കുറച്ച് ശൗചാലയങ്ങൾ, ഇതല്ലാതെ കൂടുതൽ പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നിർമ്മിച്ച ശേഷം പദ്ധതി അവിടെ കടന്നു, പിന്നെ മുന്നോട്ട് പോയില്ല.
കേരള വാട്ടർ അതോറിറ്റി നോഡൽ ഏജൻസിയായ പദ്ധതി ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച സ്നാനഘട്ടങ്ങളും തടയണകളും 2018 മഹാപ്രളയത്തിൽ പൂർണ്ണമായും തകർന്നു. കിഴക്ക് പമ്പ മുതൽ പടിഞ്ഞാറ് തകഴി വരെ വ്യാപിച്ചു കിടന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഇടത്താവള നവീകരണവും ഇപ്പോൾ ഫയലുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. പമ്പ ആക്ഷൻ പ്ലാൻ എന്നുള്ള പേരിൽ 385 കോടി രൂപയുടെ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കി. അതിൻ്റെ 18 കോടി രൂപ ആദ്യത്തെ ഗഡു കൊടുത്തതാണ്. അതെന്ത് ചെയ്തു എന്ന് പോലും ഇതേവരെ ആർക്കും അറിയില്ല. അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, പ്രവർത്തന റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം മുടങ്ങി. തീർച്ചയായിട്ടും പമ്പയും കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ കണക്കിലെടുക്കും, പരിഗണിക്കും, വികസന പദ്ധതികൾ ഏറ്റെടുക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പദ്ധതിയുടെ 70% തുക കേന്ദ്രവും ബാക്കി സംസ്ഥാനവുമാണ് വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ മുടങ്ങിയ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ അധികൃതർ കാട്ടുന്ന അനാസ്ഥ പമ്പയെ വീണ്ടും നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. 22ഓളം ശുദ്ധജല പദ്ധതികളുള്ള പമ്പാ നദിക്കായി ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ UDF സർക്കാർ അതിനോട് സഹകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന LDF സർക്കാർ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയില്ല. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2018 പ്രളയത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. ഇതോടെ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ക്യാമറമാൻ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.